പ്രാർത്ഥന എന്നാൽ ദൈവം എന്തു ചെയ്യണമെന്ന് നിങ്ങൾ പറയുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കൺസൾട്ടൻ്റാണ്. ധ്യാനമെന്നാൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചുകൊള്ളും. ഭൗതികമായതിനും അപ്പുറത്തുള്ള ഒരു മാനത്തെ സ്പർശിക്കുക എന്നാൽ ഭൗതികതയുടെ അടിസ്ഥാനമായ ആ മാനത്തെ നിങ്ങൾ സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഭൗതികതയുടെ അടിസ്ഥാനമെന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് താൽപ്പര്യം സൃഷ്ടിയിൽ അല്ല, മറിച്ച് സൃഷ്ടിയുടെ ഉറവിടത്തിലാണ് നിങ്ങൾക്ക് താൽപ്പര്യം. അവിടെ സ്രഷ്ടാവിനു മുൻപിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെയെങ്കിലും നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ താഴെ വയ്ക്കണം, വേണ്ടേ? നിങ്ങളുടെ ആശയങ്ങൾ സ്രഷ്ടാവ് ഇവിടെ ഉള്ളപ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും ഉപേക്ഷിക്കണം, അങ്ങനെയല്ലേ? സ്രഷ്ടാവല്ലേ ഏറ്റവും വലിയ ആശയം? അതിങ്ങനെയാണ്. ഒരു പെൻസിൽവാനിയക്കാരനായ ഒരാൾ, നിങ്ങളെവിടെ നിന്നാണ്? അവിടെ മഴ പെയ്യും, എന്നാൽ പ്രളയമുണ്ടാകില്ല. അതുകൊണ്ടാണ് സിയാറ്റിൽ കടലോരത്തായത്. അല്ലെങ്കിൽ പ്രളയമുണ്ടായാൽ ആ സ്ഥലം അങ്ങനെയാണ്. അപ്പോൾ പെൻസിൽവാനിയക്കാരനായ ഒരാൾ ഒരിക്കൽ അവിടെ ഒരു വലിയ പ്രളയമുണ്ടായി. അങ്ങനെ തമാശയ്ക്കുള്ളിൽ മറ്റൊരു തമാശയായാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അങ്ങനെ പ്രളയമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കൂടിക്കൂടി വരുന്നു. അപ്പോൾ അവിടെ ഒരു ചുറുചുറുക്കുള്ള യുവപത്രപ്രവർത്തകൻ, അയാൾ ഘട്ടം ഘട്ടമായി ഓരോ മണിക്കൂർ കൂടുമ്പോഴും പ്രളയം എങ്ങനെ വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് പത്രപ്രവർത്തനം. ആരെങ്കിലും മുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവർ റിപ്പോർട്ട് ചെയ്യും, ഇതാ ഈ മനുഷ്യൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതാ മുങ്ങുന്നത് നോക്കൂ, അത് വീഡിയോയിൽ പകർത്തി ഒരാൾ എങ്ങനെയാണ് മുങ്ങി മരിക്കുന്നതെന്ന് എല്ലാവരെയും കാണിക്കും. ക്യാമറ വലിച്ചെറിഞ്ഞ് അയാളെ രക്ഷിക്കില്ല, ഇല്ല. ഒരു പ്രളയത്തിലൊരു മനുഷ്യൻ മുങ്ങി മരിക്കുന്നത് ലോകത്തെ മുഴുവൻ കാണിക്കണം. പക്ഷേ അന്ന് വീഡിയോ ക്യാമറകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ മോഴ്സ് കോഡ് അറിയുമോ? അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ സ്പഷ്ടമായി അയാൾ പറഞ്ഞു, ദൈവം ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കുക, പെൻസിൽവാനിയയുടെ ഈ ഭാഗത്ത് വെള്ളം കൂടിക്കൂടി വരികയാണ്, വീടുകൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ അതെല്ലാം വ്യക്തമായി വിവരിക്കുകയാണ്. പെട്ടെന്ന് അയാളുടെ എഡിറ്ററിൽ നിന്ന് അയാൾക്ക് ഒരു പ്രതികരണം ലഭിക്കുന്നു. ആ പ്രളയം വിടൂ, ദൈവത്തെ ഇന്റർവ്യൂ ചെയ്യൂ. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ കരുതി ദൈവം അവിടെ ഉണ്ടെന്ന്. ആ പ്രളയം വിടൂ, ദൈവത്തെ ഇന്റർവ്യൂ ചെയ്യൂ. അവർക്ക് ദൈവത്തെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ പ്രളയത്തിൽ ഒരുപാട് വീടുകൾ മുങ്ങിപ്പോയി, ഒരുപാട് ആളുകൾ മരിച്ചു. എന്നാൽ ഒരാൾ അതിജീവിച്ചു. പ്രളയത്തെ അതിജീവിച്ച് ഈ മനുഷ്യൻ ന്യൂയോർക്ക് നഗരത്തിലേക്ക് പോയി. എന്നിട്ട് പെൻസിൽവാനിയ പ്രളയത്തെക്കുറിച്ചും ഒരുപാട് ആളുകൾ മരിച്ചതിനെക്കുറിച്ചും താൻ അത് എങ്ങനെ അതിജീവിച്ചു എന്നും ആളുകളോട് പങ്കുവച്ചു. ആളുകൾ ഒത്തുകൂടി. പിന്നെ അയാൾ ബോസ്റ്റണിലേക്ക് പോയി. എന്നിട്ട് പെൻസിൽവാനിയ പ്രളയത്തെ അതിജീവിച്ച കഥ അവിടെയും പറഞ്ഞു. അവിടെ കൂടുതൽ ആളുകൾ ഒത്തുകൂടി. പിന്നെ അയാൾ സിയാറ്റിലേക്ക് വന്നു. അവിടെയും സംസാരിച്ചു. അവിടെയും ആളുകൾ ഒത്തുകൂടി. പിന്നെ അയാൾ ഒരു റോഡ് ഷോ തുടങ്ങി. ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പെൻസിൽവാനിയ പ്രളയത്തെ അതിജീവിച്ച കഥ പറഞ്ഞുകൊണ്ട്. അയാൾ അമേരിക്കയിലെ പ്രശസ്തനായ ഒരു പ്രഭാഷകനായി. പിന്നെ സ്വാഭാവികമായും നിങ്ങൾക്കറിയാമോ, എല്ലാ അമേരിക്കക്കാരും മരിക്കുന്നതിന് മുൻപ് ഒരു പുസ്തകമെങ്കിലും എഴുതിയിരിക്കണം. അങ്ങനെ അയാൾ ഒരു പുസ്തകം എഴുതി, താൻ എങ്ങനെ പെൻസിൽവാനിയ പ്രളയത്തെ അതിജീവിച്ചുവെന്ന്. അത് ധാരാളം വിറ്റഴിഞ്ഞു. അയാൾ ഒരുപാട് യാത്ര ചെയ്തു. പല രാജ്യങ്ങളിലും പോയി അയാൾ സംസാരിച്ചു. അയാളൊരു കോടീശ്വരനായി. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിച്ചു. ജീവിതം മുഴുവനും അയാൾ സംസാരിച്ചത് താൻ എങ്ങനെ പെൻസിൽവാനിയ പ്രളയത്തെ അതിജീവിച്ചു എന്നതിനെക്കുറിച്ച് മാത്രമാണ്. എന്നിട്ട് ഒരു ദിവസം അയാൾ മരിച്ചു. പ്രളയത്തിലല്ല, അയാൾ മരിച്ചു. അങ്ങനെ അയാൾ സ്വർഗത്തിലെത്തി. അയാൾ സ്വർഗ കവാടത്തിലൂടെ പോയി.
അവിടെ ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് സംസാരിക്കാൻ ഒരവസരമുണ്ടായിരുന്നു. ഏതാനും ആളുകൾക്ക് സംസാരിക്കാം. അപ്പോൾ അയാൾ കൂടെയുള്ളവരോട് പറഞ്ഞു, ഞാൻ പെൻസിൽവാനിയ പ്രളയത്തെ അതിജീവിച്ച കഥ ഞാനിവിടെ പറയാം. മറ്റൊരാൾ അയാളോട് സ്വകാര്യമായി പറഞ്ഞു, ഈ കൂട്ടത്തിൽ നോഹയുണ്ട്. അപ്പോൾ നിങ്ങൾ സൃഷ്ടിയുടെ തന്നെ ഉറവിടത്തിന് മുൻപിൽ ചെന്ന് നിന്ന് നിങ്ങളുടെ ആശയങ്ങൾ അവന് നേരെ എറിയരുത്. നിങ്ങൾ അവൻ്റെ ആശയമാണ്, അല്ലേ? അവൻ്റെ ഒരു ചെറിയ ആശയം മാത്രമാണ് നിങ്ങൾ. അവൻ ആ ആശയം പിൻവലിച്ചാൽ നിങ്ങൾ തീർന്നു. അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ടുപോകരുത്. ധ്യാനനിരതനാവുക എന്നാൽ അതാണ് അർത്ഥം. പ്രാർത്ഥന എന്നാൽ ദൈവം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുകയാണ്. ദൈവത്തിൻ്റെ കൺസൾട്ടൻ്റാണോ നിങ്ങൾ? ധ്യാനമെന്നാൽ നിങ്ങളുടെ പരിമിതികൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. നിങ്ങൾ മിണ്ടാതിരുന്നാൽ, എല്ലാ തലത്തിലും മിണ്ടാതിരുന്നാൽ, നിങ്ങൾക്ക് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചുകൊള്ളും. അങ്ങനെ നിശബ്ദമായിരിക്കുവാൻ വേണ്ടിയാണ് ഈ പരിശീലനങ്ങളെല്ലാം. അതായത് നിങ്ങളുടെ നിസ്സാരമായ ആശയങ്ങൾ സ്രഷ്ടാവിന് നേരെ എറിയരുത്. നിങ്ങൾ മിണ്ടാതിരിക്കുന്നു.